നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടെന്ന നേതാക്കൾ, ഭരണസമിതിയിൽ ഭിന്നതയുണ്ടെന്ന CPM പ്രചരണം, കഴിഞ്ഞ 10 വർഷം നടത്തിയ അഴിമതി പുറത്തുവരുമെന്ന ഭയത്താൽ ഇന്നും നേതാക്കൾ. അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും UDF മുന്നണിയിൽ സ്വാഭാവികം. റോഡിലെ വില്ലനായി കാട്ടുപന്നികൾ. കരിമ്പ 3 ഏക്കറിൽ റോഡിനു കുറുകെ ചാടിയ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. പാലമുക്ക് സ്വദേശി രഞ്ജു രാജിനാണ് കൈക്കും മുഖത്തും പരിക്കേറ്റത്. ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് ഭൂമി വിട്ടു നൽകുമെന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ. ശനിയാഴ്ച വൈകിട്ട് 4-ന് തൃക്കടീരിയിൽ നടക്കുന്ന ചടങ്ങിൽ ഭൂമിയുടെ കൈമാറ്റം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. പീപ്പിൾസ് ഹോം പദ്ധതി പ്രകാരം 1200 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും ഭാരവാഹികൾ. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടമാകുന്നു. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് സ്ഥലത്താണ് 3 കോടിയോളം ചിലവിട്ട് കെട്ടിടം നിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടാണെന്ന് നേതാക്കൾ. UDF ഭരണസമിതിയിൽ ഭിന്നതയുണ്ടെന്നും ഭരണസമിതി താഴെ വീഴുമെന്നുമുള്ള CPM ആരോപണം കഴിഞ്ഞ 10 വർഷത്തെ അഴിമതി പുറത്തുവരുമെന്ന ഭീതി മൂലമാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ 4 അജണ്ടകളിൽ 4ാമത്തെ അജണ്ടയായ താൽക്കാലിക ജീവനക്കാരന്റെ നിയമത്തിൽ മാത്രമാണ് ലീഗ് അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതാണ് ഭരണസമിതിക്കുള്ള പിന്തുണ ലീഗ് പിൻവലിക്കുന്നുവെന്ന വിധത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ CPM അവതരിപ്പിച്ചത്. അതേസമയം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള 4 അജണ്ടകളിലും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ CPM മാധ്യമങ്ങളോട് പറഞ്ഞത് താൽക്കാലിക ജീവനക്കാരന്റെ നിയമത്തിൽ മാത്രമാണ് എതിർപ്പെന്ന്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച CPM ലൈഫ് PMA പദ്ധതികൾക്ക് പണം നീക്കിവെക്കാത്തവരാണ് ഈ ഭരണസമിതി അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഭവന പദ്ധതികൾക്ക് പണം നൽകുന്നില്ലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. 328 വീട് നിർമ്മാണത്തിന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനാണ് ഭരണസമിതി ആദ്യ പരിഗണന നൽകുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിലെ അഴിമതി പുറത്തുവരുമെന്നതിലെ ഭയമാണ് CPMില്ലെന്ന് ജെയു ജോസഫ് പറഞ്ഞു. ഈ ഭരണം അവിടെ നാനാ മേഖലയിലുള്ള വികസനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് UDF മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി അവിടെ നടത്തുന്ന ഓരോ പ്രവർത്തികളിൽ അസൂയ പൂണ്ടാണ് CPM ഓരോ വികൃതികൾ പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായികളെ, അതുപോലെ വ്യാപാരികളെ, അതുപോലെ തന്നെ കൃഷിക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ അടുത്ത വർഷം വരുന്ന വികസന പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കുകയും അതിന് ആസൂത്രണ സമിതി ഉണ്ടാക്കി ആ രീതിയിൽ മുന്നോട്ട് ഭരണം തുടങ്ങി വെക്കുമ്പോഴാണ് LDF അംഗങ്ങൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ഇതാ താഴെ വീഴുന്നു, അല്ലെങ്കിൽ ഭരണം ഞങ്ങൾ അട്ടിമറിക്കും എന്നൊക്കെ വീരാഘോഷം നടത്തി പത്രസമ്മേളനങ്ങൾ. UDF ജനാധിപത്യ മുന്നണിയാണ്. അവിടെ അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ട്. ചില വിഷയങ്ങളിലെ എതിരഭിപ്രായം പിന്തുണ പിൻവലിക്കുന്നതായി ചിത്രീകരിക്കുന്നത് അല്പത്തരമാണ്. UDF ഒറ്റക്കെട്ടായി ഭരണം പൂർത്തിയാക്കുമെന്ന് ലീഗ് നേതാവ് CT അലി പറഞ്ഞു. ഭരണസമിതി നിലവിൽ വന്നതിനു ശേഷം കഴിഞ്ഞ 10 വർഷത്തെ വികസന മുരടിപ്പ് മാറ്റിവെച്ചുകൊണ്ട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി പുതിയ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. അപ്പോൾ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു അടിയന്തരമായ ഒരു ബോർഡ് വിളിച്ചപ്പോൾ അതിലൊരു അജണ്ടയിലുണ്ടായ ഒരു സംശയം, അത് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർ സ്വാഭാവികമായും അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിലപ്പുറം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐക്യജനാധിപത്യ മുന്നണി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ എന്നാണ് പറയുന്നത്. UDF നേതാക്കളായ ജോയ് ജോസഫ്, CT അലി, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അരുൺ ഒലിക്കൽ, പടുവിൽ മുഹമ്മദ് അലി, രാജൻ, ഹുസൈൻ വളവുള്ളി, അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പ 3 ഏക്കറിൽ റോഡിനു കുറുകെ ചാടിയ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ബൈക്കിന് പുറകിലിരുന്ന യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ച് തലയിടിച്ച് വീണെങ്കിലും ഹെൽമറ്റ് തുണയായി. പരിക്ക് കൈക്കും മുഖത്തും മാത്രമാണ്. മണ്ണാർക്കാട് കരിമ്പ 3 ഏക്കർ പാലമുക്ക് പാങ്ങിൽ കിഴക്കേക്കര വീട്ടിൽ രഞ്ജു രാജിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി വാക്കോട് കനാൽ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കല്ലടിക്കോട് നിന്നും സുഹൃത്തായ പ്രസാദിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി റോഡിന് കുറുകെ ചാടുകയായിരുന്നു. പന്നിയിടിച്ചതോടെ ബൈക്ക് റോഡിൽ തെന്നിമറിഞ്ഞു.
തെറിച്ചു വീണ രഞ്ജുരാജിന് കൈകാലുകൾക്കും മുഖത്തും സാരമായി പരിക്കേറ്റു. നാട്ടുകാരുടെ സഹായത്തോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കല്ലേക്കാട് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് 3 ഏക്കർ സ്വദേശി ഭവിനെ കാട്ടുപന്നി സ്കൂട്ടറിലിടിച്ച് മറിഞ്ഞ് പരിക്കേറ്റിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഭവിൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ നൽകുന്ന ഭൂമിയുടെ കൈമാറ്റം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4-ന് തൃക്കടീരിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഭൂമിയുടെ കൈമാറ്റം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന NGO ആയ പീപ്പിൾസ് ഫൗണ്ടേഷൻ സുമനസ്സുകൾക്ക് ഏൽപ്പിച്ച ഭൂമിയാണ് ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് നൽകുന്നത്. ഫൗണ്ടേഷന്റെ പീപ്പിൾസ് ഹോം പദ്ധതി പ്രകാരം ഇതിനോടകം 1200 വീടുകൾ നിർമ്മിച്ചു നൽകി. അറ്റാശ്ശേരി വാഴൂരിലുള്ള ഭൂമിയുടെ ആധാര ഭൂരേഖകൾ 14-ന് വൈകിട്ട് 4-ന് തൃക്കടീരി സെന്ററിൽ ചേരുന്ന ചടങ്ങിൽ ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി ജമായത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ കൈമാറും. VK ശ്രീകണ്ഠൻ MP, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA എന്നിവർ വിശിഷ്ടാതിഥികളാകും. ചെയർമാൻ M അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ രക്ഷാധികാരി കളത്തിൽ ഫാറൂഖ്, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ N രാജേഷ്, വൈസ് പ്രസിഡന്റ് P കൃഷ്ണകുമാരി, തൃക്കടീരി പഞ്ചായത്ത് അംഗം ഷബീർ നീരാണി, ജില്ലാ കോർഡിനേറ്റർ അബു ഫൈസൽ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 10 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 5 വീതം സെന്റ് സ്ഥലം നമ്മൾ കൈമാറാണ്. അതിന്റെ ആധാരവും അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള 5 സെന്റ് വീതം നമ്മൾ നൽകുക. പീപ്പിൾ ഫൗണ്ടേഷന്റെ രക്ഷാധികാരി പി മുജീബ് റഹ്മാൻ സാഹിബാണ് പദ്ധതി ആധാരം വിതരണം നടത്തുന്നത്. ബഹുമാനനായ നമ്മുടെ MP ശ്രീകണ്ഠൻ MP അദ്ദേഹം അതിൽ പങ്കെടുക്കും. നമ്മുടെ MLA പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തൃക്കടീരി അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള അതിന്റെ പ്രോഗ്രാം ഈ ശനിയാഴ്ച 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം തൃക്കടീരി ടൗണിൽ വെച്ച് നടക്കും. ഫൗണ്ടേഷന്റെ പൊട്ടച്ചിറ ശാന്തി വില്ലകൾ ചളവറ പദ്ധതികൾ പൂർത്തീകരിച്ചതായും ചെറുപ്പുളശ്ശേരി കോതകുറിശി മാരായമംഗലം പുലാക്കോട് പ്രദേശത്തുള്ള പദ്ധതികളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ രക്ഷാധികാരി ബഷീർ ഷർഗി, ഏരിയ കോർഡിനേറ്റർ T നാസർ, സ്വാഗത സംഘം ചെയർമാൻ P ഹംസ, മുൻ നഗരസഭാ കൗൺസിലർ P അബ്ദുൾ ഗഫൂർ, മുൻ കോർഡിനേറ്റർ P അബ്ദുൾ റഷീദ് അറ്റാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 3 കോടിയോളം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. 2021-ൽ പട്ടാമ്പിയിൽ ആരംഭിച്ച ഫയർഫോഴ്സിനുള്ള സ്വന്തമായ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത്. കെട്ടിടത്തിന്റെ മെയിൻ വാർപ്പ് പ്രവർത്തികൾ പൂർത്തിയായി. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ മുഹമ്മദ് മുഹസിൻ MLA വിലയിരുത്തി. പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ദീർഘകാലമായ പട്ടാമ്പിക്കാരുടെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം 2021 ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമായി. അതിന് സ്വന്തമായ കെട്ടിടം എന്നുള്ള ആവശ്യത്തിന് ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്ത് തന്നു. ഇപ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ 12,000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഇവിടെ ഫയർ സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ വാഹനം നിർത്താനുള്ള സൗകര്യം, ഓഫീസിനുള്ള സൗകര്യം, റെസ്റ്റ് റൂം, ജിമ്മ്, ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ, ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. 3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൽ കെട്ടിടത്തിന്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷന്റെ ഫണ്ട്, നമ്മുടെ ഇലക്ട്രിഫിക്കേഷന്റെ ഫണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. ഇപ്പൊ മെയിൻ വാർപ്പാണ് നടക്കുന്നത്. അധികം വൈകാതെ ഈ കെട്ടിടം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫയർ സ്റ്റേഷൻ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള സംവിധാനമായിട്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി 37 വാർഡുകളിലും വാർഡ് സഭകൾ സംഘടിപ്പിക്കും. 4 ദിവസങ്ങളിലായി വാർഡ് സഭകൾ പൂർത്തിയാക്കാൻ വെള്ളിയാഴ്ച കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി 37 വാർഡുകളിലും വാർഡ് സഭകൾ സംഘടിപ്പിക്കും. ഫെബ്രുവരി 21, 22, 23, 24 തീയതികളിൽ വാർഡ് സഭകൾ പൂർത്തിയാക്കാൻ വെള്ളിയാഴ്ച ചേർന്ന നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു.
വാർഡ് സഭകളുടെ സമയവും നിശ്ചയിച്ചു. മാർച്ചിൽ വികസന സെമിനാറും സംഘടിപ്പിക്കും. ചെയർപേഴ്സൺ പച്ചീരി സുരയ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ നാലകത്ത് ബഷീർ, ദിനേശ് കണക്കഞ്ചേരി, പച്ചേരി ഹുസൈന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. 2 അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രി രജത ജൂബിലി കെട്ടിടം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ആയിരത്തി 1998 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന EMS സഹകരണ ആശുപത്രിയിൽ 150 കോടി രൂപ ചെലവഴിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം സജ്ജമായി. ഹോസ്പിറ്റലിന്റെ രജത ജൂബിലി കെട്ടിട സമുച്ചയമാണിത്. ഫെബ്രുവരി 14 രാവിലെ 9:30 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ്, V അബ്ദുറഹ്മാൻ തുടങ്ങിയ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള 50ഓളം വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 2000 പേർക്ക് ഇരിക്കാവുന്ന വേദി തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് ആൻഡ് കമ്പോണന്റ് തെറാപ്പി സെന്റർ, അഡ്വാൻസ്ഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി ബ്ലോക്ക്, സ്പോർട്സ് മെഡിസിൻ സെന്റർ, അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി ആൻഡ് ഗാസ്ട്രോ എൻട്രോളജി ബ്ലോക്ക് തുടങ്ങിയ വിഭാഗങ്ങളും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജനറൽ മാനേജർ M അബ്ദുൽ നാസർ, ഡയറക്ടർമാരായ നിഷി അനിൽരാജ്, K ഉമേഷ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിമ്മി കാറ്റാടി, ഡോക്ടർ കൊച്ചു S മണി എന്നിവർ അറിയിച്ചു. ചികിത്സാ രംഗത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ സന്നിവേശിപ്പിച്ചുകൊണ്ട് EMS ആസ്പത്രി കഴിഞ്ഞ 25 വർഷത്തെ അനുഭവ പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ അതിൽ 150 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള പുതിയ ഒരു കെട്ടിടവും കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആണ് ഈ 25ാം വാർഷികാഘോഷത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. നമ്മളുടെയൊക്കെ ആഗ്രഹം അനുസരിച്ചിട്ട് നമ്മുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് മുഴുവൻ ജനങ്ങളെയും നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ 750 കിടക്കകളുള്ള വലിയ ഹോസ്പിറ്റലായി പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉയരും. മുപ്പത്തിയേഴ് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പന്നിയംകുറിശി വെസ്റ്റ് ALP സ്കൂളിലെ പ്രധാന അധ്യാപിക K മിനിക്ക് വിപുലമായ യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങി വിദ്യാലയം. ശനിയാഴ്ച നടക്കുന്ന വിദ്യാലയത്തിന്റെ 106ാം വാർഷിക പൊതുസമ്മേളനത്തിൽ വെച്ചാണ് യാത്രയയപ്പ് നൽകുന്നത്. 37 വർഷക്കാലം പന്നിയംകുറിശി വെസ്റ്റ് ALP സ്കൂളിലെ പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശേഷം വിപുലമായ പരിപാടികളോടെയാണ് യാത്രയയപ്പ് നൽകുന്നത്. ശനിയാഴ്ച നടക്കുന്ന സ്കൂളിന്റെ 106ാം വാർഷികാഘോഷ പരിപാടിയിലാണ് യാത്രയയപ്പ് നൽകുന്നത്. രാവിലെ 10:30 മുതൽ ആരംഭിക്കുന്ന പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. K പ്രേംകുമാർ MLA വിശിഷ്ടാതിഥിയാകും. നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഉപഹാര സമർപ്പണം, മംഗളപത്ര സമർപ്പണം, റിപ്പോർട്ട് അവതരണം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. വൈകിട്ട് നടക്കുന്ന വാർഷിക പൊതുയോഗം നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്ര സാഹിത്യ പരീഷത്ത് പ്രതിനിധി K മനോഹരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയാകും. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 37 വർഷത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക ശ്രീമതി മിനി ടീച്ചർക്കുള്ള യാത്രയയപ്പ് യോഗവുമാണ് നാളെ ഫെബ്രുവരി 14 രാവിലെ 10:30 തുടങ്ങുന്നത്. ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KT ജംഷിയ അധ്യക്ഷത വഹിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവർകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീ പ്രേംകുമാർ മുഖ്യ അതിഥിയായിരിക്കും. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശ്രീ E രാജൻ മാസ്റ്റർ, പ്രിയേഷ് BPO ചെർപ്പളശ്ശേരി,
സ്കൂൾ മാനേജർ ശ്രീ ഹാരിസ്, PTA പ്രസിഡന്റ്, മുൻ PTA പ്രസിഡന്റുമാർ, അതേപോലെ തന്നെ കുടുംബശ്രീ ചെയർപേഴ്സൺ, മുൻ അധ്യാപകർ, സംഘടനാ പ്രതിനിധികൾ എന്നിവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം 5:30 കുട്ടികളുടെ പരിപാടികളും വാർഷിക പൊതുയോഗവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക കെ മിനി, PTA പ്രസിഡന്റ് CK നീതു, SRG കൺവീനർ M ശുഭ, സ്റ്റാഫ് സെക്രട്ടറി കെ മിനി, സീനിയർ അസിസ്റ്റന്റ് P സുമ, SMC ചെയർമാൻ M ജയൻ, സ്കൂൾ ലീഡർ അമൃത എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിന്റെ 112ാം വാർഷിക ആഘോഷവും പൊലിക 2026 കലാപരിപാടികളും വിരമിക്കുന്ന പ്രധാനാധ്യാപിക M അരുണ ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ അരങ്ങേറിയത്. ആദ്യ ദിനം കളരിക്കൽ വിനോദാശാന്റെ ശിക്ഷണത്തിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കലാരവം എന്ന പേരിൽ അരങ്ങേറി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം അഖില സതീഷ് പരിപാടിയിൽ അതിഥിയായി. സ്കൂൾ മാനേജർ C സുബ്രഹ്മണ്യൻ മാസ്റ്റർ സമ്മാനദാനവും നിർവഹിച്ചു. 2ാം ദിനം 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കലാസ്പന്ദനം എന്ന പേരിൽ നടന്നു. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കഥകളി ഗായകൻ നെടുമ്പള്ളി രാമോഹൻ ഉദ്ഘാടനം ചെയ്തു. നൃത്തനാടകങ്ങൾ, ഒപ്പന, തിരുവാതിരക്കളി, ദഫ്മുട്ട് തുടങ്ങിയ ഇനങ്ങൾ കാണികൾക്ക് വിരുന്നായി. തുടർന്ന് സ്കൂളിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക M അരുണ ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി K ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ദൃശ്യ AN, സ്കൂൾ മാനേജർ C സുബ്രഹ്മണ്യൻ മാസ്റ്റർ, AEO രാജൻ, K കോയ, T നീലകണ്ഠൻ, ചൂണ്ടയിൽ രാജഗോപാലൻ, ജയദേവൻ ചൊക്കത്ത്, K ഉഷ, P ഹമീദ്, EP ശ്രീകുമാർ, VT സൈനുദ്ദീൻ, M അരുണ, P കൃഷ്ണകുമാർ, മറ്റ് അധ്യാപകർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിന്റെ പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയത്തിൽ നടന്ന പരിപാടിയിൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രണമിച്ചു നിന്നിടാം പ്രണവസ്വരൂപനേ പ്രണവമന്ത്രങ്ങൾ. ലോകരാജ്യങ്ങളുടെ പതാകകൾ അതിവേഗത്തിൽ തിരിച്ചറിഞ്ഞ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി വാണിയംകുളം ഈസ്റ്റ് മനുശ്ശേരിയിലെ 5 വയസ്സുകാരൻ. ആറന്കുളം ചക്കമലയത്ത് വീട്ടിൽ സതീഷ് ഹർഷ ദമ്പതികളുടെ മകൻ ലിയാം ഷാർ ആണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 193 രാജ്യങ്ങളുടെ പതാകകൾ വെറും 2 മിനിറ്റും 47 സെക്കൻഡും കൊണ്ട് തിരിച്ചറിഞ്ഞാണ് ലിയാം ഷാർ റെക്കോർഡ് സ്വന്തമാക്കിയത്. Algeria, Andorra, Angola, Ligue, Bermuda, Argentina, Armenia, Australia, Austria, Azerbaijan, Bahamas, Bahrain, Bangladesh, Barbados, Belarus, Belgium, Belize, Benin, Bhutan, Bolivia, Bosnia and Herzegovina, Botswana, Brazil, Brunei, Bulgaria, Burkina Faso, Burundi, Cabo Verde, Cambodia, Cameroon, Canada, Central African Republic, Chad, Chile, China, Colombia, Comoros, Congo, Costa Rica, Ivory, Croatia, Cuba, Cyprus, Zambia, Democratic People's Republic of Korea, Democratic Republic of നിലവിൽ കണ്ണിയമ്പുറം 7th ഡേ അഡ്വാന്റിസ്റ്റ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ. 1.5 വയസ്സ് മുതൽ തന്നെ ചിത്രങ്ങൾ നോക്കി മൃഗങ്ങളെയും പക്ഷികളെയും തിരിച്ചറിയാൻ ലിയാം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മകന്റെ അസാമാന്യ ഓർമ്മശക്തി തിരിച്ചറിഞ്ഞ അമ്മ ഹർഷ നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ വലിയ നേട്ടത്തിന് പിന്നിൽ. ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരിടം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ. എന്തായാലും ഒരു 1.5 വയസ്സ് മുതലാണ് നമ്മൾ കുട്ടീനെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് അവൻ ഫ്ലാഗ്സിനോടുള്ള ഇൻട്രസ്റ്റും ഒക്കെ അതിൽ കണ്ടത്. അങ്ങനെ തുടങ്ങിയ പരിശീലനമാണ്
ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റിലേക്കാണ് എത്തിച്ചത്. എന്തായാലും 193 രാജ്യങ്ങളുടെ പേരുകൾ ഫ്ലാഗ്സ് നോക്കി ഐഡന്റിഫൈ ചെയ്തതിനാണ് മോന് ഈ റെക്കോർഡ് കിട്ടിയത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. 2025 ഡിസംബർ 30-നാണ് റെക്കോർഡിനാസ്പദമായ പ്രകടനം ലിയാം കാഴ്ചവെച്ചത്. തുടർന്ന് 2026 ജനുവരി 6-ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയായിരുന്നു. കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പഞ്ചായത്ത് തല പ്രവർത്തകർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M സുബ്രഹ്മണ്യൻ, K ശ്രീലത, K ഗിരിജ, ICDS സൂപ്പർവൈസർ സജിനി എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി സംഘടനയും പ്രവർത്തനവും എന്ന വിഷയത്തിൽ കില സീനിയർ ഫാക്കൽറ്റി സന്ധ്യ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ASI ജംഷാദ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് റസിയ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജാഗ്രതാ സമിതിയുടെ കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ജാഗ്രതാ സമിതിയുടെ ഒരു ക്ലാസ് നടത്തുകയാണെന്ന് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ക്ലാസ്സൊക്കെ നടത്താറുണ്ട്. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുമുണ്ട്. ഈ പഠിക്കൽ നമ്മൾ ഇന്നും ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠിക്കലൊക്കെ എഴുതിയൊക്കെ എടുക്കും, മനസ്സിലേക്കും എഴുതിയെടുക്കും. അതങ്ങനെ മടക്കി 4 മടക്കിയിട്ട് ഏതാണെന്ന് നമ്മുടെ ബാഗ് വെച്ച് ആ ബാഗിൻ്റെ ഉള്ളിൽ വെക്കും. പിന്നെ ബാഗ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ആ ബാഗ് കടലാസ് ഒന്ന് വെറുതെ തുറന്നു നോക്കി അതേമാതിരി വേസ്റ്റ് ബോക്സ് എവിടെ വെച്ചാൽ അവർക്ക് ഇടുക ചെയ്യാൻ നമ്മൾ പതിവ്. അതല്ല, ജാഗ്രതാ സമിതി നാട്ടിൽ കൂടി ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നത് നാട്ടിൽ പോയി പ്രവർത്തിപ്പിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനും നിങ്ങൾ അടങ്ങുന്ന ആൾക്കാരാണ് കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ട്രെൻഡിനൊപ്പം ഒരു ചുവട് മുന്നിലെത്തി വസന്തം വെഡ്ഡിംഗ് കാസിൽ. കൗമാരക്കാരുടെ വസ്ത്രസങ്കല്പങ്ങളെ തൂക്കിയ വിദേശ പ്രീമിയം വെസ്റ്റേൺ ബ്രാൻഡായ ഇസാക്കിക്ക് പ്രത്യേക കൗണ്ടർ ഒരുക്കിയാണ് വസന്തം ട്രെൻഡാവുന്നത്. ഒപ്പം അറേബ്യൻ പർദ്ദകൾക്കായി അബായ മൻസിൽ, കൂടാതെ ലേഡീസ് ഇന്നർവെയേഴ്സിനായുള്ള പ്രത്യേക കൗണ്ടറുകളും ആരംഭിച്ചു. കൗണ്ടർ ഉദ്ഘാടനം ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ കപ്പിൾ ബ്ലോഗേഴ്സായ സേഹറ സിമി, ഷംസീർ എന്നിവർ നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇമ്പോർട്ടഡ് വെസ്റ്റേൺ വിയേഴ്സ് ഇസാക്കിയുടെ ഉദ്ഘാടനം നടത്തുന്നത് ഇൻഫ്ലുവൻസർ കപ്പിൾ ബ്ലോഗേഴ്സ് ആയിട്ടുള്ള സെഹറ സിമിയും സമീറും കൂടിയിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 10:30-ക്കാണ് ഉദ്ഘാടനം നടക്കുന്നത്. അതോടൊപ്പം അബായ മൻസിൽ ഇന്നർവെയർ കൗണ്ടർ ടോപ്പ് 10 ബ്രാൻഡോടുകൂടി ഇന്നർവെയർ കൗണ്ടറിന്റെ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. മലേഷ്യ, തായ്ലൻഡ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ടീനേജ് ഗേൾസിനായുള്ള വെസ്റ്റേൺ കളക്ഷനാണ് ഇസാക്കി. വസ്ത്രവ്യാപാര രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യമുള്ള വസന്തം പെരുന്നാളിനോടനുബന്ധിച്ച് പുതുപുത്തൻ കളക്ഷനുമായാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. അറേബ്യൻ പർദ്ദകൾക്ക് മാത്രമായി കമനീയ ശേഖരവും അബായ മൻസിൽ എന്ന പേരിൽ വസന്തത്തിലുണ്ട്. ഫെബ്രുവരി 14 ശനിയാഴ്ചയാണ് കൗണ്ടറുകളുടെ ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് കടയിലെത്തുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന 6 ഭാഗ്യശാലികൾക്ക് 5000 രൂപയുടെ വസ്ത്രം സൗജന്യമായി പർച്ചേസ് ചെയ്യാം. കൂടാതെ ഫെബ്രുവരി 14 മുതൽ 23 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% ഇളവ് ലഭിക്കും. നോമ്പ് കാലത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ വിശേഷങ്ങളിൽ എന്നതുപോലെ ഇത്തവണയും പെരുന്നാളിനോടനുബന്ധിച്ച് നിർധനരായ 100 പേർക്ക് വസ്ത്രം സമ്മാനമായി നൽകും. നോമ്പുകാലം പരീക്ഷാക്കാലമായതിനാൽ പെരുന്നാൾ പർച്ചേസ് ചെയ്യാൻ നേരത്തെ തന്നെ വസന്തം ഒരുങ്ങിക്കഴിഞ്ഞതായി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി പറഞ്ഞു. ഈ റംസാൻ ഒരു പ്രത്യേകത ഉണ്ട് മണ്ണാർക്കാട്ടേക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇസാക്കി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാൻഡ് നമ്മൾ പ്രാവശ്യം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൂടുതലുണ്ട്. എന്നത് മലേഷ്യ, തായ്ലൻഡ്, തുർക്കി ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനമുണ്ട്. അതെല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അത് കാരണം എന്താ വെച്ചാൽ നമ്മളെ മണ്ണാർക്കാട് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു ഷോപ്പ് ഇതിനുള്ളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ വസന്തത്തിൻ്റെ ഒരു വിജയം എന്താ ചോദിച്ചാൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും
നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ പ്രൊഡക്റ്റ് ആയാലും ഓരോ ഉൽപ്പന്നങ്ങളായാലും കൊണ്ടുവരാനും താല്പര്യമുണ്ട്. ഇപ്രാവശ്യം ടീനേജിന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തൊരു കൗണ്ടറാണ് നമ്മൾ ഇസാക്കി എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടർ തിരഞ്ഞെടുത്തത്. വേറൊന്ന് പറയല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും ഇത് ക്ഷണമായി സ്വീകരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എത്താത്ത സ്ഥലങ്ങൾ ഒരുപാട് കുറേ നേരിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് എല്ലാവരും വന്ന് ഇതിനെ സ്വീകരിക്കുക. നിങ്ങളെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാവരും ഒന്ന് പറയാം. പിന്നെ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ തന്നെ വേറെ എന്താ വെച്ചാൽ നമ്മൾ സൗദി അമാരി പിന്നെ ദുബായിൽ നിന്നൊക്കെ പർദ്ദകൾ ഇറക്കിയിട്ടുണ്ട്. പർദ്ദൻ്റെ കൗണ്ടർ കൂടി ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ വെച്ചാൽ ലേഡീസിനായിട്ട് ഇന്നർവെയറിൻ്റെ ഒരു കൗണ്ടർ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ നോമ്പ് തുറ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ. കൂടാതെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ രാത്രി വൈകിട്ടാണെങ്കിലും അല്ലെങ്കിൽ സൗകര്യങ്ങളും നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും അറിയിപ്പിക്കുക എന്നുള്ളതാണ് വസന്തത്തിൻ്റെ വകയായിട്ട്. ഫെബ്രുവരി 14 നടക്കുന്ന ഇസാക്കി, അബായ മൻസിൽ എന്നീ കൗണ്ടറുകളുടെ ഉദ്ഘാടനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി മാനേജർ വിപീഷ് പറഞ്ഞു. ഇസാക്കിയുടെ ഇനാഗ്രേഷൻ വരുന്നത് നാളെയാണ്, ഫെബ്രുവരി 14. അതിൻ്റെ കൂടെ തന്നെ അബായ മൻസിൽ ഇന്നർവെയറിൻ്റെ 3 കൗണ്ടറിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ മാന്യമായിട്ട് ക്ഷണിക്കുകയാണ്. ഇതുവരെ നമുക്ക് സപ്പോർട്ട് തന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കും. വിശാലമായ കാർ പാർക്കിംഗിൽ നിന്ന് തന്നെ ലിഫ്റ്റ് സൗകര്യം, വീൽചെയർ സൗകര്യങ്ങളും വസന്തത്തിൽ ലഭ്യമാണ്. ഷോർട്ട് ന്യൂസ്. അമ്പലപ്പാറ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കമ്മിറ്റിയുടെയും ഒറ്റപ്പാലം വെൽഫെയർ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും വൃക്കരോഗ സാധ്യതയുള്ളവരെ കണ്ടെത്താനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടെന്ന നേതാക്കൾ, ഭരണസമിതിയിൽ ഭിന്നതയുണ്ടെന്ന CPM പ്രചരണം, കഴിഞ്ഞ 10 വർഷം നടത്തിയ അഴിമതി പുറത്തുവരുമെന്ന ഭയത്താലെന്നും നേതാക്കൾ. അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും UDF മുന്നണിയിൽ സ്വാഭാവികം. റോഡിലെ വില്ലനായി കാട്ടുപന്നികൾ. കരിമ്പ 3 ഏക്കറിൽ റോഡിനു കുറുകെ ചാടിയ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. പാലമുക്ക് സ്വദേശി രഞ്ജുരാജിനാണ് കൈക്കും മുഖത്തും പരിക്കേറ്റത്. ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് ഭൂമി വിട്ടു നൽകുമെന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ. ശനിയാഴ്ച വൈകിട്ട് 4-ന് തൃക്കടീരിയിൽ നടക്കുന്ന ചടങ്ങിൽ ഭൂമിയുടെ കൈമാറ്റം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. പീപ്പിൾസ് ഹോം പദ്ധതി പ്രകാരം 1200 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും ഭാരവാഹികൾ. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടമാകുന്നു. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് സ്ഥലത്താണ് 3 കോടിയോളം ചിലവിട്ട് കെട്ടിടം നിർമ്മിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.